കാണാൻ സാധിക്കും 30/5/2026 ഗസ്റ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/7/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് കേട്ടോ. 1/7/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ജൂലൈ 1 വരെ അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ 30/2026 എന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി അപേക്ഷിക്കേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. കേരള PSCൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്കറിയാലോ. ആ വെബ്സൈറ്റിൽ നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അത് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ പെട്ടെന്ന് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അവിടെ അപേക്ഷിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും. ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് പോലീസിന് അപേക്ഷിക്കാൻ സാധിക്കും. ഇതാണ് അപേക്ഷിക്കേണ്ട മെത്തേഡ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഒട്ടും അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർനെറ്റ് സർവീസ് കേന്ദ്രത്തിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തം തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസാണ്. അപ്പോൾ പോസ്റ്റ് നെയിം നോക്കുകയാണെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ 31,100 മുതൽ 66,800 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഇത്. വേക്കൻസി കൃത്യമായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. അതും പ്രത്യേകം നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ പറയാൻ പോകുന്ന യോഗ്യത മാത്രം മതി. അപ്പോൾ 20 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1994 അതുപോലെ 1/1/2006 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവരാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ 35 വയസ്സ് വരെയുള്ളവർക്കായിരിക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതെന്ന് ഇവിടെ കാണുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് OBC ഉദ്യോഗാർത്ഥികൾക്ക് 35 വരെ അപേക്ഷിക്കാൻ സാധിക്കും. ഇനി SC ST ഉദ്യോഗാർത്ഥികളാകുമ്പോൾ 37 വരെ. അതായത് 3 വർഷത്തെ ഇളവ് SC STക്കും 5 വർഷത്തെ ഇളവ് 3 വർഷത്തെ ഇളവ് OBC വിഭാഗത്തിനാണ്, 5 വർഷത്തെ ഇളവ് SC ST വിഭാഗത്തിന് നൽകപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പാസ് ഇൻ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. +2 പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. പിന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമാണ് ഇതിന്. അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ മസ്റ്റ് പോസസ് കറണ്ട് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് പറഞ്ഞത്. ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അത് എന്തിൻ്റെയൊക്കെയാണെന്ന് നോക്കാം. മോട്ടോർ സൈക്കിൾ, അതായത് ബൈക്ക് ഓടിക്കാനുള്ളത് വേണം. ഗിയറോട് കൂടിയുള്ള ബൈക്ക് ഓടിക്കാനുള്ളത് വേണം. പിന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, കാറൊക്കെ ഓടിക്കാനുള്ളത് വേണം. പിന്നെ ഹെവി പാസഞ്ചർ വെഹിക്കിൾ ആൻഡ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ, ഹെവി വെഹിക്കിളിൻ്റെ വേണമെന്ന് പറയുന്നുണ്ട്. വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജോട് കൂടി വേണം. അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ, ഇപ്പം പറഞ്ഞ ഈ വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിലൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതൊക്കെ ഓടിക്കാനുള്ള പരിചയ സമ്പത്ത് നിങ്ങൾക്ക് വേണമെന്ന് പറയുന്നുണ്ട്. കാരണം PSC ഒരു ട്രേഡ് ടെസ്റ്റ് നടത്തും. അത് നിങ്ങൾ പാസ്സാവേണ്ടതായിട്ടുണ്ട്. ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഹൈറ്റ് പറയുന്നത് 168 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആൺകുട്ടികൾക്ക്. പെൺകുട്ടികൾക്ക് 157 സെൻറ്റിമീറ്റർ ഉയരം വേണം. ചെസ്റ്റ് പറയുന്നത് 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. അത് ആൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ SC ST ഉദ്യോഗാർത്ഥികളാകുമ്പോൾ അവർക്ക് ആൺകുട്ടികൾക്ക് വേണ്ട ഉയരം എന്ന് പറയുന്നത് ഇവിടെ കാണാൻ സാധിക്കും 161 സെൻറ്റിമീറ്റർ ആണ്. ചെസ്റ്റ് 76 സെൻറ്റിമീറ്റർ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. എക്സ്പാൻഷൻ ആവശ്യമായിട്ടുണ്ടാകും എന്നും കൂടി ഓർത്തിരിക്കുക. ഇനി SC STയിലുള്ള ഫീമെയിൽസ് ആകുമ്പോൾ 151 സെൻറ്റിമീറ്റർ ഉയരം മതി എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് SC STകളുടെ റിലാക്സേഷൻ്റെ കാര്യം. ഐസൈറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 6/6 ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് എക്സാമിനേഷൻ ഉണ്ടാവും, PSC എക്സാം ഉണ്ടാവും. പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് നമ്മളിപ്പം കണ്ടതാണ്. പിന്നെ ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. ആദ്യം തന്നെ ആൺകുട്ടികളുടെ ഫിസിക്കൽ ടെസ്റ്റ് നമുക്ക് നോക്കാം. 100 മീറ്റർ റണ്ണാണ്, 15 സെക്കൻഡുള്ളിൽ ഓടി തീർത്തണം. പിന്നെ ഹൈ ജമ്പ് ഉണ്ട്, 120 മീറ്റർ ആണ് പറയുന്നത്. ലോങ് ജമ്പ് ഉണ്ട് 350 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ആദ്യം ഹൈ ജമ്പ് ആണെങ്കിലും 120 സെൻറ്റിമീറ്റർ, ലോങ് ജമ്പ് ആണെങ്കിലും 350 സെൻറ്റിമീറ്റർ. ഷോർട്ട് പുട്ട് കാണാൻ സാധിക്കും 600 സെൻറ്റിമീറ്റർ. ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ 5000 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ റോപ്പ് ക്ലൈമ്പിംഗ് കാണാൻ സാധിക്കും 365.8 സെൻറ്റിമീറ്റർ. അതുപോലെ പുള്ളപ്പോർ സ്വിമ്മിങ് 8 തവണ എടുത്തിരിക്കണം. 1500 മീറ്റർ ഓട്ടം 6 മിനിറ്റ് 30 സെക്കൻഡുള്ളിൽ ഓടിയെത്തണം. ഇവിടെ 8 ഐറ്റംസ് പറയുന്നുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എനി ഓഫ് 5 ഇവൻറ്റ്സ് ഔട്ട് ഓഫ് 8, 8 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും 5 എണ്ണം, ഇവിടെ കാണുന്ന ഏതെങ്കിലും 8 എണ്ണത്തിൽ നിന്ന് 5 എണ്ണം മാത്രം നിങ്ങൾ ക്വാളിഫൈ ആയാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഫീമെയിൽസിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഫീമെയിൽസിൻ്റെ കാണാൻ സാധിക്കും ക്വാളിഫൈ 5 ഇവൻറ്റ് ഔട്ട് ഓഫ് 8 ആണ് ഫീമെയിൽസിന് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അത് നമുക്ക് നോക്കാവുന്നതാണ്. ഫീമെയിൽസിന് ഇവിടെ 7 ഐറ്റംസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 5 എണ്ണം പാസ്സായാൽ മതി. 100 മീറ്റർ ഓട്ടം 18 സെക്കൻഡിൽ. ഹൈ ജമ്പ് ഉണ്ട് 90 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോന്ന്. ലോങ് ജമ്പ്, പുട്ടിംഗ് ദി ഷോട്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, അതുപോലെ ഷട്ടിൽ റേസ്, സ്കിപ്പിംഗ്. 7 ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഏതെങ്കിലും 5 എണ്ണം ഇതിൽ നിന്ന് നിങ്ങൾ ക്വാളിഫൈ ആയാൽ മതി. 2 എണ്ണം പാസ്സായിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. മൊത്തം പാസ്സായാലും 5 എണ്ണം പാസ്സാകുമ്പോൾ തന്നെ നിങ്ങളിത് ക്വാളിഫൈ ആവും. ഏതെങ്കിലും 5 എണ്ണം പാസ്സായാൽ മതി കേട്ടോ. അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇപ്പോൾ PSCൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറിയിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ നോട്ടിഫിക്കേഷൻ